കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ 3 മണ്ഡലങ്ങളിലെ ഉപതിരഞ്ഞെടുപ്പിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട മണ്ഡലമാണ് ചേലക്കര. രമ്യ ഹരിദാസിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാൻ സാധിക്കുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. അതേസമയം തങ്ങളുടെ പരമ്പരാഗത കോട്ടയിൽ യാതൊരു മാറ്റവും സംഭവിക്കില്ലെന്ന് CPM-ഉം കണക്കുകൂട്ടുന്നുണ്ട്. UR പ്രദീപ് CPM സ്ഥാനാർത്ഥിയും K ബാലകൃഷ്ണൻ NDA സ്ഥാനാർത്ഥിയുമാണ്. ഇപ്പോഴിതാ ചേലക്കരയിൽ രമ്യ ഹരിദാസ് വിജയിക്കുമെന്ന് പ്രവചിച്ചിരിക്കുകയാണ് മുൻകാലങ്ങളിൽ തിരഞ്ഞെടുപ്പ് പ്രവചനം നടത്തി ശ്രദ്ധേയനായ CP റാഷിദ്. UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് നേരിയ ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്നാണ് റാഷിദിന്റെ പ്രവചനം. 1850 മുതൽ 4400 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അദ്ദേഹം പ്രവചിച്ചിരിക്കുന്നത്. എന്നാൽ 10,000 വോട്ടുകളിൽ കുറയാത്ത ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്നാണ് LDFന്റെ പ്രാഥമിക വിലയിരുത്തൽ. 5000 മുതൽ 7000 വരെ വോട്ടുകൾക്ക് വിജയിക്കുമെന്നാണ് UDF കണക്കുകൂട്ടുന്നത്. സംസ്ഥാന സർക്കാരിനും പ്രതിപക്ഷത്തിനും ചേലക്കരയിലെ വിജയം വളരെ സുപ്രധാനമാണ്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ പാർട്ടിയുടെ വലിയ ഭൂരിപക്ഷവും ഏറെ സ്വീകാര്യനായ സ്ഥാനാർത്ഥിയും LDFന് ഇക്കുറിയും ജയം സുനിശ്ചിതമാക്കുമെന്ന ആത്മവിശ്വാസം നൽകുന്നുണ്ട്. കാലങ്ങളായി മുന്നണിക്കൊപ്പം നിന്ന മണ്ഡലത്തിൽ ചാഞ്ചാട്ടം ഉണ്ടാകില്ലെന്നും LDF വിലയിരുത്തി. തിരഞ്ഞെടുപ്പിന് 4 മാസം മുൻപേ നടത്തിയ പ്രചാരണ മുന്നൊരുക്കങ്ങളും ഭരണവിരുദ്ധ വികാരവും UDFന് അനുകൂലമാകുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. മണ്ഡലത്തിൽ പുതുതായി ചേർത്ത വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാണെന്നും UDF ഉറപ്പിക്കുന്നുണ്ട്. ഉപതിരഞ്ഞെടുപ്പിനായി പുതുതായി വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച 9,000 പേരിൽ 6,000 പേരെ ചേർത്തത് തങ്ങളാണെന്നാണ് UDF അവകാശപ്പെടുന്നത്. BJPക്ക് മുൻതൂക്കമുള്ള തിരുവല്ലോമല പഞ്ചായത്തിലെ 1055 പുതിയ വോട്ടർമാരിൽ 1044 പേരെ ചേർത്തതും UDF ആണെന്നും പോളിംഗ് ദിവസം ബൂത്തിലേക്ക് ഒഴുകിയെത്തിയ സ്ത്രീ സാന്നിധ്യം രമ്യയ്ക്ക് മാത്രം അനുകൂലമാണെന്നുമാണ് വിലയിരുത്തൽ. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ നിന്ന് LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണൻ ജയിച്ചത് 39,400 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ്. എന്നാൽ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ നിന്ന് രാധാകൃഷ്ണൻ ജയിച്ചപ്പോൾ ചേലക്കര നിയമസഭാ മണ്ഡലത്തിലെ ഭൂരിപക്ഷം 5173 ആയിരുന്നു. 5173 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പകുതി നേടിയാൽ വിജയം സുനിശ്ചിതമാണെന്ന് UDF കരുതുന്നു. മുന്നണികളുടെ വിലയിരുത്തൽ ഈ രീതിയിലാണെങ്കിലും വിജയം ആർക്കൊപ്പമെന്ന് കണ്ടു തന്നെ അറിയണം. കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.